ഹലോ. അപ്പോൾ നാട്ടിൽ നിന്ന് നമ്മൾ വീട് ക്ലീൻ ചെയ്യുന്നതും റമളാനിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ അല്ലേ? അപ്പോഴേ ഞാൻ വിചാരിച്ചാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്ന് റെഡിയാക്കണം. ഇവിടെ എന്തായാലും നമുക്ക് ഇങ്ങനെ പുറത്ത് പോയിട്ട് ക്ലീൻ ചെയ്യുന്നൊന്നും നടക്കില്ലല്ലോ. ഇവിടെ ഈ ഉള്ള ഏരിയ ഒന്ന് ക്ലീൻ ആക്കുക എന്നല്ലാണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നാട്ടിലുള്ള സമയത്തെ വാങ്ങിച്ച സാധനമാണ് കേട്ടോ ഇത്. ഇവിടെ മെയിനായിട്ട് ക്ലീൻ ചെയ്യാനുള്ള കിച്ചണാണ്. അപ്പോൾ ക്ലീൻ ചെയ്യാന്നല്ല, ഫുൾ ക്ലീനൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളെ കൗണ്ടർ ടോപ്പ് മൊത്തം പെയിൻ്റ് ഇളകി കിടക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ അതൊന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനമാണിത്. കൗണ്ടർ ടോപ്പിലൊക്കെ ഒട്ടിക്കുന്ന കിച്ചണാണ്, അല്ല കിച്ചൺ സ്റ്റിക്കറാണ്. അപ്പം ഇതൊട്ടിച്ചിട്ട് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മളെ കിച്ചൺ ഒന്ന് സെറ്റാക്കി എടുക്കാം. ഇതാണ് നമ്മളെ കിച്ചൺ സ്ലാബിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇതൊക്കെ നമുക്കൊന്ന് പോക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ആ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുമായതുകൊണ്ട് ഇവിടെ മൊത്തം കുറച്ച് അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങളൊക്കെ വാരി വലിച്ചിട്ട് അങ്ങനെ കിടക്കുക തന്നെയായിരുന്നു. അപ്പം പിന്നെ എല്ലാം കൂടി ഒരു ദിവസം അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതായിരുന്നു. അവയ്ക്ക് ഡ്യൂട്ടി ഉള്ള ദിവസമായതുകൊണ്ട് ഒറ്റയ്ക്കെല്ലാം കൂടി ചെയ്ത് ഈ സ്റ്റിക്കർ ഒറ്റയ്ക്ക് ഒട്ടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ കുഴപ്പമില്ലാണ്ട് നിന്നിട്ടോ. നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യുമ്പം കുറച്ച് ഫിനിഷിങ്ങിൻ്റെ കുറച്ച് കുറവുണ്ടാവും, പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഈ സ്റ്റിക്കർ ശരിക്കും ഇങ്ങനെ മാറി നിൽക്കുന്ന പോലെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ലൈഫ് സേവർ തന്നെയാണ് കേട്ടോ ഈ സാധനം. കാരണം ഞങ്ങൾ ഇതിപ്പം ചെന്നൈയിൽ വന്നിട്ട് 3ാമത്തെ വീടാണ്. അപ്പം എല്ലാ വാടക വീട്ടിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സാണ് കിട്ടുന്നതെങ്കിലോ ഒക്കെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും. അധികവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വൃത്തികേടുകളൊക്കെ ആയിട്ട് കിടക്കും. അപ്പം നമ്മൾ താമസിക്കുന്ന സ്ഥലം അത്ര ഇവിടെ ശരിക്കും ഇത് പെയിൻ്റ് അടിച്ചപ്പം ഞങ്ങൾ വന്നപ്പം വലിയ വൃത്തികേടൊന്നും ഇല്ലേണ്ടോ. ഇതിങ്ങനെ വയലറ്റ് കളറിൽ ഫുള്ളുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മളിങ്ങനെ കഴുകുന്നതിനൊക്കെ അനുസരിച്ച് ഇതിങ്ങനെ പൊളിഞ്ഞു പോവുകയാണ്. ഇപ്പോഴാണ് ഇതിങ്ങനെ പോയി തുടങ്ങിയത്. അപ്പോൾ പിന്നെ എന്തായാലും ഇതൊട്ടിച്ചാൽ നമുക്ക് പിന്നെ അങ്ങനത്തെ വൃത്തികേടുകളൊന്നും പുറത്ത് കാണില്ലല്ലോ. ഒരുപാട് സ്ഥലം എന്നുള്ള ഇതാണെങ്കിൽ ഇത് ഒരു റോൾ കൊണ്ടൊന്നും കഴിയൂല കേട്ടോ. 2 റോള് വേണം. എനിക്ക് 2 റോളിൻ്റെ ഒരു 1.25 ഭാഗത്തോളം ഇതിന് ആവശ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരു റോൾ ഇതിങ്ങനെ ഫുള്ളാക്കാൻ വേണ്ടി മാത്രം വന്ന്. ഈ വീട്ടിലേക്ക് ഞങ്ങളിപ്പോൾ താമസം മാറിയിട്ട് ഒരു 4-5 മാസമായിട്ടേ ഉള്ളൂ കേട്ടോ. ഇവിടെ പണ്ട് കുറച്ച് ആൾക്കാർ താമസം ഉണ്ടായിരുന്നു. ഒരു പോയതിന് ശേഷം ഇതൊന്ന് പുതുക്കി പണിത ഒക്കെ നന്നാക്കി അങ്ങനെ എന്തോ പുതുക്കി പണിതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കിച്ചണിലൊക്കെ കുറേ സ്ഥലങ്ങളൊന്നും അങ്ങനെ ഇല്ല. പാത്രങ്ങൾ വെക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പം ഇങ്ങനെ ഒരു കിച്ചൺ സ്റ്റാൻഡും കൂടി വാങ്ങിച്ചായിരുന്നു, ഒരു റാക്ക്. നമ്മളെ കത്തിപ്പോയ സ്പൂണിന് പകരം ഞാൻ വേറെ 2 സ്പൂണ് വാങ്ങിച്ചത് നിങ്ങളെ കാണിച്ചു തരികയാണ് കേട്ടോ. പിന്നെ ഈ സ്റ്റാൻഡ് വാങ്ങിക്കുമ്പോൾ ഇവിടെ എന്തായാലും വെക്കാൻ വേണ്ടിയിട്ട് കുറേ ഈ ആണി അല്ലെങ്കിൽ എവിടെയെങ്കിലും കെട്ടിടാനാണെങ്കിൽ വയറ് അതൊക്കെ വേണമെന്നും പറഞ്ഞ് വാപ്പ ഇതിലിട്ട് വെച്ചതാട്ടോ. ഈ ആണിയും വയറും ഒക്കെ ഇവിടെ ഇതൊന്നും പെട്ടെന്ന് കിട്ടൂലല്ലോ. അപ്പോൾ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. ഇങ്ങനത്തെ സ്റ്റാൻഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനിലൊക്കെ കുറേ നോക്കിയായിരുന്നു കേട്ടോ. പക്ഷേ ഓൺലൈനിലൊക്കെ ഉള്ളത് ഇങ്ങനെ ചുമരിൽ വെക്കാൻ പറ്റാത്ത, കൗണ്ടർ ടോപ്പിൽ തന്നെ വെക്കുന്ന അടിയിൽ ഒരു ട്രേ ഒക്കെ ആയിട്ട് വരുന്ന ഇതാണ് ഉള്ളത്. അത് കിട്ടിയിട്ട് പിന്നെയും കുറച്ചും കൂടെ നമ്മളെ സ്പേസ് പോവുമല്ലേ ചെയ്യുക കൗണ്ടർ ടോപ്പിൽ വെക്കുമ്പോൾ. അതുകൊണ്ടാണ് ഞാനിത് നാട്ടിൽ നിന്ന് വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഇപ്പം കണ്ടില്ലേ, ഞാൻ ചുമരിൽ ആണി അടിച്ച് ഇത് വെച്ചത്. അപ്പോൾ പിന്നെ നമുക്ക് കുറേ പാത്രങ്ങളൊക്കെ അതിലേക്ക് വെച്ചാൽ കുറച്ച് ഒഴിഞ്ഞ് കിട്ടുമല്ലോ താഴെയൊക്കെ. ഇനി കൂടുതലായിട്ട് ഞാൻ വീടിൻ്റെ മുകളിൽ പണിയെടുക്കാൻ പോകുന്നില്ല കേട്ടോ. അവിടെ എല്ലാ ഈ തട്ടിലും കൗണ്ടർ ടോപ്പിലൊക്കെ സ്റ്റിക്കർ ഒട്ടിച്ച് വെച്ചാലേ നമ്മളിനി ഏറിപ്പോയ ഒരു വർഷം കൂടി ഇവിടെ ഉണ്ടാവും. ഈ വീട്ടിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ പിന്നെ എല്ലായിടത്തും ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നിൽക്കുന്ന വീടാണെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടെ പിന്നെ അങ്ങനെ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമ്മളെന്തായാലും 1-2 വർഷത്തിൽ കൂടുതലൊന്നും ഏറിപ്പോയാൽ നിൽക്കില്ലല്ലോ. നാട്ടിൽ നിന്ന് മാറിയിട്ട് പുറത്ത് പോയി താമസിക്കുന്ന എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കേട്ടോ. അതിപ്പോൾ പ്രവാസികളായാലും ശരി, നമ്മളെപ്പോലെ പട്ടാളക്കാരെ ഫാമിലി ആയാലും ശരി, നമ്മളെ നാട്ടിൽ കിട്ടുന്ന ആ സുഖവും സൗകര്യമൊന്നും വേറെ എവിടെ പോയാലും നമുക്ക് കിട്ടൂലല്ലോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ തന്നെ ഉള്ളൂ. നമ്മൾ നിൽക്കുന്ന ഏരിയ നമ്മളെ കൊണ്ടാവും പോലെ എങ്ങനെ ബെറ്റർ ആക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ ചെയ്യുക. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ബെറ്റർ ആക്കുക. അപ്പോൾ നമ്മളെ ഇന്നത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഏകദേശം ഇവിടെ കഴിഞ്ഞുണ്ട് കേട്ടോ.
നമ്മളെ റമദാനിലേക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. പിന്നെ പ്രത്യേകിച്ച് വേറെ പരിപാടികളൊന്നും ചെയ്യാനില്ല, ഡെയിലി ചെയ്യുന്ന പണികളൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഈ സ്റ്റിക്കർ ഒട്ടിക്കൽ മാത്രമേ അതിന് സ്പെഷ്യലായിട്ടുള്ളത്. അപ്പം ഓക്കെ, അടുത്ത വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കാണാം കേട്ടോ. ബൈ.